വീണ്ടും ആൻഡമാൻ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ സഞ്ചരിച്ചിരുന്ന ബോട്ട് ആൻഡമാൻ കടലിൽ ഒരു വലിയ ദുരന്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ കുടിയേറ്റക്കാർ എപ്പോഴും ബോട്ട് വഴിയാണ് പല രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. അത് അനധികൃതമായിട്ടാണ് പ്രവേശിക്കുന്നത്. പ്രധാനമായിട്ടും ലിബിയയിൽ ഇവരുടെ ബോട്ട് നിരന്തരം മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ലിബിയ വഴിയാണ് യൂറോപ്പിലേക്ക് ഇവർക്ക് പോകാനായി വളരെ എളുപ്പമായിട്ടുള്ള ബോട്ട് മാർഗം ഉണ്ടായിരുന്നത്. പക്ഷേ അത് വളരെ ദുർഘടം പിടിച്ച വഴിയുമാണ്. എന്നാൽ ഇപ്പോൾ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ ആൻഡമാൻ കടൽ വലിയ രീതിയിൽ താവളമാക്കുന്നു എന്ന റിപ്പോർട്ടുകൾ കുറച്ച് നാളുകൾക്ക് മുമ്പേ വന്നതാണ്. 250-ലേറെ പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇവർ എല്ലാവരും തന്നെ മുങ്ങി മരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡമാൻ കടലിലാണ് ഈ വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നത്. ആൻഡമാൻ ദ്വീപ സമൂഹത്തിന് സമീപം മലേഷ്യയിലേക്ക് പോവുകയായിരുന്ന ഒരു വലിയ ബോട്ടാണ് മറിഞ്ഞത്. ബോട്ടിലുണ്ടായിരുന്നത് 250-ലധികം ബംഗ്ലാദേശികളും റോഹിംഗ്യൻ വംശജരുമാണ്. ഒരു സ്ത്രീ ഉൾപ്പെടെ 9 പേരെ ബംഗ്ലാദേശ് അധികൃതർ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്നൊരു സൂചന പോലും ലഭിച്ചിട്ടില്ല. ഈ ആളുകളെ കടത്തുകയായിരുന്നു. അതിജീവിച്ചവർ ഈ അപകടകരമായ യാത്രയുടെ അസ്വസ്ഥതപ്പെടുത്തുന്ന കഥകളുമായി ഇപ്പോൾ രംഗത്തെത്തുകയാണ്. ബംഗ്ലാദേശി പത്രമായ ദി ഡെയിലി സ്റ്റാർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ബംഗ്ലാദേശി പതാകയുള്ള MT മേഘ്ന പ്രൈഡ് എന്ന ബോട്ട് ചിറ്റഗോങ്ങിൽ നിന്ന് ഇന്തോനേഷ്യയിലേക്ക് പോവുകയായിരുന്നുവെന്ന് ബംഗ്ലാദേശ് കോസ്റ്റ് ഗാർഡിലെ ഒരു മാധ്യമ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഏപ്രിൽ 9-ന് ഉച്ച കഴിഞ്ഞ് ആൻഡമാൻ ദ്വീപുകൾക്ക് സമീപമുള്ള അന്താരാഷ്ട്ര ജലത്തിൽ നിന്ന് ബോട്ട് 9 പേരെ രക്ഷപ്പെടുത്തിയ ആളുകളെ ബംഗ്ലാദേശ് കോസ്റ്റ് ഗാർഡിന്റെ പെട്രോളിംഗ് കപ്പലായിട്ടുള്ള മൻസൂർ അലിക്ക് കൈമാറിയതായിട്ടും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.